എല്ലാ പ്രേക്ഷകർക്കും ബി4 ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത എന്തൊക്കെയാണുള്ളത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളിനി എന്താണ് അറിയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്തതായി ആ വ്യക്തി എന്താണ് മനസ്സിലൊളിപ്പിക്കുന്നത്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്ത ഒരു ഫയലാണ്. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാത്തത് എന്തൊക്കെയാണുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി, ഒന്നും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും മറച്ചു വെക്കുന്നില്ല. എല്ലാം ആ വ്യക്തിയോട് പറയുകയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയോട് പറയാത്തതായിട്ടൊന്നുമില്ല. ഒന്നും അങ്ങനെ മനസ്സിൽ ഒളിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ആ വ്യക്തിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. നിങ്ങൾ ആ സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് നൽകിയിട്ടുമുണ്ട്. ഒന്നും മറച്ചു വെക്കാതെ ഒരു തുറന്ന പുസ്തകം പോലെ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതിപ്പോൾ അത് പറയാൻ പറ്റിയ സമയമല്ല എന്നാണ് ആ വ്യക്തി കരുതുന്നത്. പക്ഷെ ഭാവിയിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് കൃത്യമായി പറയും. നിങ്ങളോട് എക്കാലത്തും അത് മറച്ചു വെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച സമയത്ത്, നിങ്ങളോട് പറയേണ്ട സമയത്ത് അത് പറയണം. പക്ഷെ ഇപ്പോൾ അത് പറയാൻ പറ്റിയ സമയമല്ല എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ എന്ന ആ വ്യക്തിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരിക്കലും ആ വ്യക്തി അതൊന്നും നിങ്ങളോട് പറയാതെ ഇരിക്കില്ല. നിങ്ങളോട് പറയാതിരിക്കുന്ന ഒരു മനസ്സാ വ്യക്തിക്കില്ല. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമെന്നോ, നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുമെന്നോ, അത് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി വിപരീതമായി വാദിക്കുമെന്നോ ഒക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ്, കുറച്ച് നാളുകൾക്ക് ശേഷം, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കിട്ടിയാൽ അങ്ങനെ പറയാമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. അല്ലാതെ നിങ്ങളെ വഞ്ചിക്കുവാനോ ആ കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാക്കാനോ ഒന്നും ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. സംശുദ്ധമായിട്ട് ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളിൽ നിന്നും കൃത്യമായി കാര്യങ്ങൾ മറച്ച് വെച്ചിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും നന്മയുള്ള, നിങ്ങൾക്കും ആ വ്യക്തിക്കും ദൂഷ്യമാകാത്തൊരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറയാനാണ്. അതാണ് ആ വ്യക്തിക്ക് സൽശക്തികൾ നൽകിയിരിക്കുന്നൊരു സൂചന. ആ വ്യക്തിക്ക് സൽശക്തികൾ നൽകിയിരിക്കുന്ന സൂചന എന്ന് പറയുന്നത് കൃത്യമായി ആ വ്യക്തിക്ക് ചില അടയാളങ്ങൾ നൽകുന്നുണ്ട്. ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി. ആവശ്യമുള്ളപ്പോൾ മാത്രം ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം ചില കാര്യങ്ങളെക്കുറിച്ച് പറയുക. അല്ലാത്ത ആയാൽ അത് ബന്ധത്തെ വഷളാക്കുമെന്നോ ബന്ധത്തെ ഇല്ലാതാക്കുമെന്നോ ഒക്കെ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കൃത്യമായ അടയാളങ്ങളും കൃത്യമായ സമയം ഏതാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തി എല്ലാം നിങ്ങളോട് കൃത്യമായിട്ട് പറയും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ പറഞ്ഞാൽ പറയാൻ കഴിയാതെ മറച്ചു വെക്കുന്ന വസ്തുത ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റായ രീതിയിൽ ഒരഭിപ്രായ വ്യത്യാസം അത് സംബന്ധിച്ചുണ്ടായേക്കാം. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും തീരുമാനങ്ങൾ പരസ്പരം പോരടിക്കും എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ ഒരകലം ഉണ്ടാകും എന്നുള്ളത് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ അകലം ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലാതെ ജീവിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആത്മസംഘർഷങ്ങൾ
നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് അറിയാം ഇപ്പോൾ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളായി മാറും, അത് ഇല്ലാത്ത ഒരു വഴക്കിന് കാരണമാകും, അത് തകരാനും ജീവിതത്തിൽ രണ്ടഭിപ്രായമായി രണ്ടായി പിരിയാനും കാരണമാകും. അതുകൊണ്ടാണ് മറച്ചു വെക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയേണ്ടത്, അത് മറച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തി അതിൽ നിന്ന് ഗുണമുണ്ടാക്കുകയോ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയോ നിങ്ങളെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നുമല്ല, നിങ്ങളെ വിഡ്ഢിയാക്കാനല്ല. നിങ്ങളെ വിഡ്ഢിയാക്കാൻ ആ വ്യക്തി ഒരിക്കലും തയ്യാറാകുകയുമില്ല. കാരണം ആ വ്യക്തി, നിങ്ങളും ആ വ്യക്തിയും മറ്റുള്ളവരുടെ മുമ്പിൽ വിഡ്ഢിയാകരുതെന്ന് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വിഡ്ഢിയായി അങ്ങനെ ഉണ്ടാകുന്ന ഒരു തകർച്ച, ഒരു നഷ്ടം, അതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്തരം ചർച്ചകളും അത്തരം നിലപാടുകളുമാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നതും ഇടപഴകുന്നതിനേക്കാൾ ഉപരിയായി ആഴത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നു, പരസ്പരം ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും ആ വ്യക്തിയുടെ സ്നേഹക്കൂടുതൽ കൊണ്ട്, ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്കൊരു വാശിയുണ്ട്. മറ്റുള്ളവരുടെ ആ ഉദ്ദേശത്താൽ അവർ തമ്മിൽ, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ പാടില്ല. അതാണ് ആ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ ആഴത്തിലുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഭാവിയിലെ നന്മയ്ക്ക് വേണ്ടി ചിലതൊക്കെ മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങളോട് കൃത്യമായി പറയും, ഇന്നിന്ന കാര്യങ്ങൾ അങ്ങനെയായിരുന്നു, ഇന്നിന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി പറയും. ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് വിജയമാണ്. നിങ്ങളും ആ വ്യക്തിയും അടങ്ങുന്ന കുടുംബം, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും അടങ്ങുന്ന 2 പേർ ചേർന്ന ആ ഒരു കൂട്ടം, അത് വിജയിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അഭിമാനത്തോടെ, സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ, ഒരിക്കലും പിരിയാതെ, ഒരേ അഭിപ്രായമായി, ഒരേ താളമായി ഒരുമിച്ച് കൂടി മുന്നോട്ട് പോകണം. അതിൽ നന്മയുണ്ടാകുമെന്നും അതാണ് വേണ്ടതെന്നും ആ വ്യക്തിക്കറിയാം. ഒരുമിച്ചുള്ള വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ആ വ്യക്തി തയ്യാറാണ്. ആ വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ട്. ആ കഴിവിലൂടെ നിങ്ങളെയും വളർത്തണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളും ആ വ്യക്തി ഒരുമിച്ച് വിജയിക്കണം. ഒരാൾ തോൽക്കുകയും ഒരാൾ പരാജയപ്പെടുകയും അല്ല വേണ്ടത്. ആ വ്യക്തിക്ക് നിങ്ങൾ വലിയ വിശ്വാസമാണ്. ആ വ്യക്തിക്ക് ഒന്നും ഇല്ലെങ്കിലും, ആ വ്യക്തിയുടെ പേരിലൊന്നുമില്ലെങ്കിലും, ആ വ്യക്തിക്ക് സ്വന്തമായി എഴുതപ്പെടാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്രെഡിറ്റിൽ വിജയങ്ങളൊന്നുമില്ലെങ്കിലും നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളൊരിക്കലും വഞ്ചിക്കില്ലെന്നും നിങ്ങളൊരിക്കലും ആ വ്യക്തിയെ വൃഥാവിലാക്കി പോകില്ലെന്നുള്ള അഗമമായ വിശ്വാസം. ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നു. ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി നൽകിയ അഗമമായ അനുഗ്രഹമാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്നും ആ വ്യക്തി ചിന്തിക്കുന്നു, വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.